السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، عن عروة بن الزبير رضي الله عنهما أن سعيد بن زيد بن عمرو بن نفيل رضي الله عنه خاصمته أروى بنت أوس إلى مروان بن الحكم. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുമാ പറയുന്നു, സഈദ് ബിൻ സെയ്ദ് എന്നവർ മഹാനവർകളെ കുറിച്ച് റളിയല്ലാഹു അൻഹു അവരെ കുറിച്ച് അർവ എന്ന് പറയുന്ന സ്ത്രീ പരാതിപ്പെട്ടു. ഇലാ മർവാൻ ബിനുൽ ഹക്കം എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരിയുടെ അടുക്കൽ പോയി ഈ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളെ പറ്റി ഈ സഈദ് ബിൻ സെയ്ദ് എന്നവരെ കുറിച്ച് ആ സ്ത്രീ പരാതി പറഞ്ഞു. എന്താ പരാതി പറഞ്ഞത്? വദ്ദഅത് അന്നഹു അഖദ ശൈഅൻ മിൻ അർളിഹാ. അവർ വാദിച്ചത് ഈ സഈദ് ബിൻ സെയ്ദ് അവരുടെ ഭൂമിയിൽ നിന്ന് അല്പഭാഗം കയ്യേറിയതാണ്. സാധാരണ എല്ലായിടത്തും ഉണ്ടാവുന്ന പ്രശ്നമാണ്. അതിന് കൊത്തിയെടുത്തു എന്നാ പറയാം, അതിന് കയ്യേറിയുന്നു. ഒരു ഇതില്ലെങ്കിലും പറയും, ഓ ഇന്ത്യയിൽ നിന്ന് കുറച്ച് എടുത്തുകൊള്ളൂ എന്നാ പറയാം. അപ്പൊ അങ്ങനെ അതിന് കയ്യേറി, എൻ്റെ ഭൂമിയിൽ നിന്ന് അല്പം അയാൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്, അയാളുടെ ഭൂമിയിലേക്ക് കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല സഈദ്, അപ്പോ മർവാൻ വിസ്തരിക്കുകയാണല്ലോ. അപ്പൊ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചോദിച്ചു, അന കുൻതു ആഖുദു ശൈഅൻ മിൻ അർളിഹാ ബഅദല്ലദീ സമിഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും കേട്ട ശേഷം ഞാൻ അവരുടെ ഭൂമിയിൽ നിന്ന് അങ്ങനെ എടുക്കുവോ? അപ്പൊ മർവാൻ ചോദിച്ചു, മാദാ സമിഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എന്താ താങ്കൾ കേട്ടത്? ഖാല, മഹാനവറുകൾ പറഞ്ഞു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. മൻ അഖദ, ആരെങ്കിലും പിടിച്ചാൽ, എടുത്താൽ, കൈവശപ്പെടുത്തിയാൽ, ശിബ്റൻ മിനൽ അർളി, ഭൂമിയിൽ നിന്നും ഒരടി, ഉൽമൻ, അക്രമരൂപത്തിൽ, ഒരു ശകലം മറ്റൊരാളുടെ ഭൂമിയിൽ നിന്നും ഒരാൾ അക്രമരൂപത്തിൽ പിടിച്ചെടുത്താൽ, അല്ലാഹു അവന്റെ കഴുത്തിൽ അത് ഹാരമാക്കും, മാലയാക്കിയിടും, ഇലാ സബ്ഇ അർളീന, അവിടുന്ന് അങ്ങോട്ട് 7-ാം ഭൂമി വരെ അവന്റെ കഴുത്തിൽ എന്ത് ചെയ്യും? ഒരു വലിയ മാല ഹാരമാക്കിയിട്ട് നാളെ ഖിയാമത്ത് നാളിൽ ഇങ്ങനെ കൊണ്ടുവരും അവനെ. അതിന്റെ ഭാരം ചുമക്കാൻ കഴിയാതെ ആളുകൾക്കിടയിൽ ഭൂമി കയ്യേറിയവൻ എന്നുള്ള വഷളത്തരവും നാണക്കേടും, അങ്ങനെ അത്രയും മോശമായ രീതിയിൽ അവൻ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു അടി കയ്യേറിയുള്ള അവസ്ഥയത്. അപ്പൊ അത് കേട്ട ശേഷം പിന്നെ എനിക്കെന്തിനാ അവരെ ഭൂമിയിൽ നിന്ന് എടുക്കുന്നത്? ഫഖാല ലഹു മർവാനു, ഇത് കേട്ടപ്പോൾ മർവാൻ ബിൻ ഹക്കം പറഞ്ഞു, ലാ അസ്അലുക ബയ്യിനതൻ ബഅദ ഹാദാ, ഇതിനു ശേഷം ഞാൻ നിങ്ങളോട് തെളിവൊന്നും ചോദിക്കണില്ല. നിങ്ങൾ പറഞ്ഞല്ലോ, ആ വാക്കെന്നെ ധാരാളം മതിയായതാ. തങ്ങളിൽ നിന്ന് കേട്ട ശേഷം ഞാൻ അങ്ങനെ ചെയ്യോ എന്ന് ചോദിച്ചാൽ പിന്നെ വേറൊന്നും വിസ്തരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വിട്ടു എന്ന് പറഞ്ഞു. ഫഖാല സഈദ്, അപ്പൊ സഈദ് എന്നവർക്ക് വലിയ വിഷമം. ഈ ആരോപണം പറയുന്ന ആളുകൾക്ക് തനിമാലൊന്നും ഉണ്ടാവില്ല, ആരെക്കുറിച്ചാ പറയണമൊന്നും ഉണ്ടാവില്ല, എന്താ പറയണമൊന്നും ഉണ്ടാവില്ല. ഇത് കേട്ടപ്പോൾ മഹാനവറുകൾക്ക് വലിയ വിഷമായിപ്പോയി. ഒരൊറ്റ ദുആണ്, അല്ലാഹുമ്മ ഇൻ കാനത്ത് കാദിബത്ത്, ഈ സ്ത്രീ കളവ് പറയുന്നവളാണെങ്കിൽ, ഫഅ്മി ബസ്വറഹ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം കളവ് ഉണ്ടാക്കി പറയുന്ന ആളാണെങ്കിൽ, തെറ്റിദ്ധാരണ മൂലം പറഞ്ഞതാണ് കുഴപ്പമുണ്ടാവില്ല നിനക്ക്. അല്ലാഹുമ്മ ഇൻ കാനത്ത് കാദിബത്തൻ, അവൾ വ്യാജയാണെങ്കിൽ, കളവ് പറയുന്നവളാണെങ്കിൽ, ഫഅ്മി ബസ്വറഹ, അവളുടെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കളയണം, കണ്ണിൽ അന്ധത പടർത്തണം എന്ന് പറഞ്ഞു. വഖ്തുൽ ഹാഫി അർളിഹ, അവളെ ഭൂമിയിൽ വെച്ചിട്ട് അവളെ കൊന്നുകളയണം എന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെ ദുആർക്കാൻ പറ്റുമോ? ഓ, അക്രമികൾക്കെതിരെ അങ്ങനെ ദുആർക്കാൻ പറ്റുന്ന ഇമാമിങ്ങൾ ദലീൽ പിടിച്ച ഹദീസാണ്. ഖാല ഫമാ മാതത് ഹത്താ ദഹബ ബസറുഹാ, അപ്പോ ഈ റാവിയായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറയാം, ആ സ്ത്രീ മരണപ്പെട്ടില്ല ഏതുവരെ? അവരെ കണ്ണിന്റെ കാഴ്ച പോകുന്നത് വരെ അന്ധയായി പോയി. അവര് അവരുടെ ഭൂമിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ
ഇത് വഖഅതു ഫീ ഹുഫ്റത്തിൻ ഫമാതത്, ഒരു കുഴിയിൽ വീണുപോയി അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ കണ്ട രണ്ടും ആ ദുആവും അള്ളാഹു സ്വീകരിച്ചു. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ച ഹദീസാണത്. അവിടെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ ഇങ്ങനെയുണ്ട്. മഹാനായ മുഹമ്മദ് ബിൻ സയ്യിദ് എന്നവരെ തൊട്ടുദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ എന്ത് കാണാം, ആ പെണ്ണിനെ പിന്നീട് കണ്ടു, ഇങ്ങനെ തപ്പിത്തടഞ്ഞിട്ട് തെൽത്തമിസുൽ ജുദുറാൻ, ഭിത്തി എവിടെ, അന്തന്മാരിങ്ങനെ പോകല്ലോ, ഭിത്തി എവിടെ എന്നിങ്ങനെ നോക്കിയിട്ട്, എന്നിട്ട് തഖൂലു, അവർ പറയുന്നു, അസ്വാബത്തിനി ദഅവതു സഈദിൻ, എനിക്ക് സഈദ് ബിൻ അംറിന്റെ ദുആ എത്തിപ്പോയി, അതിന്റെ ഫലാപ്പേക്കാണ്. ആവേശത്തിൽ ഓരോന്ന് കാട്ടിക്കൂട്ടും. ആരുടെങ്കിലും ഒരു ദുആ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഉയർന്ന പോലെ ഏതൊരു ഭൂമിയുടെ കാര്യത്തിലാണോ അവര് മർവാനോട് പരാതി പറഞ്ഞത് സഈദ് കയ്യേറിയെന്ന്, ആ ഭൂമിയിലെ ഒരു കിണറ്റിൽ അവര് വീണ് ആ കിണറ്റിന് അരികിലൂടെ നടക്കുന്ന സമയത്ത് അവരതിൽ വീണുപോയി. വക്കാലത്ത് ഖബ്റഹ, ആ കിണർ അവരെ ഖബ്റായി മാറി. അപ്പൊ അതാണ് ചില ദുആകളൊക്കെ നമ്മൾ പേടിക്കണം. എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്യാദി അവസ്ഥകളെ തൊട്ടൊക്കെ നമുക്ക് കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.